ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സോയാബീൻ സ്റ്റിർ ഫ്രൈ എന്നോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പെരന്നില്ല, ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. എനിക്ക് സോയാബീൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഈ ഒരുപാട് ഗ്രേവി ഇട്ട് ഉണ്ടാക്കുമ്പം ഭയങ്കര വേറെന്തൊരു ടേസ്റ്റാണ്. സോയാബീൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയും. അപ്പം ആദ്യം ചെയ്യേണ്ടത് സോയാബീൻ 2-3 തവണ വാഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് അതൊന്ന് സോക്ക് ചെയ്യുക, മാറ്റി വയ്ക്കുക. എന്നിട്ടത് സോക്കായി കഴിഞ്ഞതിന് ശേഷം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. നല്ലോണം പിഴിഞ്ഞെടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലോണം പിഴിഞ്ഞ് വേണമെങ്കിൽ ആ വലിയ പീസായിട്ട് തന്നെ വെക്കാം. പക്ഷെ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, അതാകുമ്പം നമ്മളുണ്ടാക്കുന്ന ഗ്രേവി അതിലെല്ലാത്തിനും പിടിക്കും. അപ്പോൾ ഇനി ഒരു പാനിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത് മാത്രം ഇട്ട് വെറുതെ ഒന്ന് മുരിച്ചിട്ട് നമ്മൾ ഈ കഴുകി വാരി പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഈ സോയാബീനും അതിൻ്റെ അകത്തോട്ടിട്ട് നല്ലോണം റോസ്റ്റ്. ഞാൻ ആ വറുത്തത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കുറച്ചെല്ലാം നമുക്ക് കുറച്ച് ഒഴിച്ച് ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ അകത്തോട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, വേപ്പില, ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ സവാളയും ഒന്ന് നല്ലോണം ബ്രൗണായി കഴിയുമ്പം നമ്മളുടെ തക്കാളിയും കൂടി ഇടുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച്, അതാകുമ്പോൾ തക്കാളി പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നല്ലോണം വേവിക്കുക. അതിനുശേഷം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വറക്കുന്ന പ്രൊസീജിയർ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് സാധാ ഒരു ചിക്കൻ കറി വയ്ക്കുമ്പോൾ ചെയ്യുന്നത് ഒക്കെ തന്നെയാണ്. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ ഇപ്പോൾ ലഞ്ചിന് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ലതാട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നല്ലോണം വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. ഞാൻ കശ്മീരി എല്ലാത്തിലും ഇടും. അപ്പം കശ്മീരി മുളക് പൊടി ഇടുക. പിന്നെ കൂടാതെ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിടുക, ഗരം മസാല, പെപ്പർ പൗഡർ, സോൾട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ടൊമാറ്റോ സോസ് ഇടുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, ചിലർക്ക് ഇഷ്ടമാവും. അപ്പം ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് അതൊരു വേറൊരു ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൊമാറ്റോ സോസ് ഇടാണ്ട് തന്നെ എടുക്കാം. അപ്പം ഇനി ഈ ഗ്രേവിയിലോട്ട് നമ്മൾ വറുത്ത് വെച്ച് സോയാ ചങ്ക്സ് ഇടുക. അത് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഡ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് മല്ലിയിലയും മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുക. നമ്മളുടെ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു.